വിശേഷ അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. ബാർകോഴയിൽ ബാബുവിനെതിരെ അന്വേഷണം അട്ടിമറിച്ചതിന്റെ രേഖകൾ റിപ്പോർട്ടറിന്. ആരോപണം ശരിവെക്കുന്ന മൊഴികൾ അവഗണിച്ചു. കൂടുതൽ തെളിവ് ബാബുവിനെതിരെ എന്ന് കെ എം മാണി. ഇനി തിരിച്ചുവരവിനില്ല. എനിക്ക് വലിയ തിരിച്ചു വരണമെന്നൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഈ പരാമർശനമൊക്കെ ഒഴിവായി പോവും, അത് വേറെ കാര്യം. ആരോപണത്തിന്റെ പേരിൽ ആരെയും മാറ്റി നിർത്തില്ല എന്ന് മുഖ്യമന്ത്രി. കണ്ണൂർ കോർപ്പറേഷനിൽ വിമതന്റെ പിന്തുണ ഉറപ്പാക്കാൻ KPCC. ഉപാധി അംഗീകരിക്കണമെന്ന് വിമതൻ. പരാജയം പഠിക്കാൻ DCCകൾക്ക് നിർദ്ദേശം. ദേവസ്വം ബോർഡിൽ പ്രാതിനിധ്യം കിട്ടാത്തതിൽ അമർഷവുമായി RSP. ഇനിയും അവഗണിച്ചാൽ മുന്നണി ബന്ധത്തെ ബാധിക്കുമെന്ന് A അസീസ്. ഇന്ത്യയും ബ്രിട്ടനും സൈനികേതര ആണവ കരാറിൽ ഒപ്പുവച്ചു. ഇന്ത്യയുടെ UN രക്ഷാസമിതി അംഗത്വത്തിന് പിന്തുണ. ബ്രിട്ടനിൽ നിന്ന് കൂടുതൽ നിക്ഷേപം ക്ഷണിച്ച് മോദി. പൗരന്മാരുടെ വ്യക്തി സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ തന്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധം. ടിപ്പു ജയന്തി വിവാദത്തിൽ ഇളകിമറിഞ്ഞ് കർണാടക. ഗിരീഷ് കർണാടന് വധഭീഷണി. കർണാടന് കൽബുർഗിയുടെ ഗതിയെന്ന് ഭീഷണി സന്ദേശം. നാളെ BHPയുടെ ബന്ദ്. ചന്ദ്രബോസ് വധക്കേസിൽ നിഷാമിന്റെ ഭാര്യ അമൽ കൂറുമാറി. ചന്ദ്രബോസിനെ മർദ്ദിച്ച് കാറിൽ കയറ്റുന്നത് കണ്ടു എന്ന മൊഴി മാറ്റി. ചന്ദ്രബോസിന്റേത് അപകട മരണമെന്നാണ് പുതിയ മൊഴി. ബാർകോഴ ആരോപണത്തിൽ മന്ത്രി കെ ബാബുവിനെതിരായ കേസ് വിജിലൻസ് അട്ടിമറിച്ചു. കോഴ നൽകിയെന്ന ബിജു രമേശിന്റെ മൊഴി ശരിവയ്ക്കുന്ന സാക്ഷിമൊഴികൾ അവഗണിച്ചാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകിയത്. കോഴ നൽകാൻ ബാറുടമകൾ പണം പിരിച്ചുവെന്ന 2 ബാറുടമകളുടെ മൊഴിയാണ് വിജിലൻസ് അവഗണിച്ചത്. ബാബുവിനെതിരെ വിജിലൻസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ബാർ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കാൻ സർക്കാർ നീക്കം ആരംഭിച്ചതിന് പിന്നാലെയാണ് വൻതോതിലുള്ള പണപ്പിരിവ് ബാറുടമകൾ നടത്തിയത്. ബിജു രമേശിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ബാബുവിനെതിരെ വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യം വ്യക്തമാവുകയും ചെയ്തു. തൃശൂർ ജില്ലയിൽ നിന്ന് മാത്രം 10 ലക്ഷം രൂപ പിരിച്ചെടുത്തുവെന്നാണ് ജില്ലാ ഭാരവാഹിയായ CD ജോഷി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. 10,000 രൂപ വീതം പിരിച്ച് തുക അസോസിയേഷൻ നേതാക്കൾക്ക് കൈമാറിയെന്ന് ജോഷിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. അതേസമയം മന്ത്രിമാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് പണം പിരിച്ചതെന്നും 10 ലക്ഷമല്ല 30 ലക്ഷമാണ് സംസ്ഥാന ഭാരവാഹികൾക്ക് കൈമാറിയതെന്നും ജോഷി പറഞ്ഞു. ഫസ്റ്റ് 10 ലക്ഷം രൂപ എത്തിച്ചു, രണ്ടാമത് 20 ലക്ഷം രൂപ എത്തിച്ചു. അങ്ങനെ 30 ലക്ഷം രൂപ ടോട്ടല് സ്റ്റേറ്റ് കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ലൈസൻസ് ഫീസ് വർധനവ് തടയാൻ കുറച്ച് ചിലവുണ്ടെന്ന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ബാറുടമകൾ പറഞ്ഞതായി മറ്റൊരു ഭാരവാഹി ഷൈനും വെളിപ്പെടുത്തി. ഈ മൊഴികൾ പൂർണ്ണമായും അവഗണിച്ചാണ് ബാബുവിനെതിരെ കേസെടുക്കേണ്ടെന്ന് വിജിലൻസ് തീരുമാനിച്ചത്. മാത്രമല്ല, കോഴ കൊടുക്കുന്നത് നേരിൽ കണ്ടുവെന്ന് പറഞ്ഞ വ്യവസായി മുഹമ്മദ് റാസിഫ്, ബിജു രമേശിന്റെ മാനേജർ രാധാകൃഷ്ണൻ എന്നിവരുടെ മൊഴി പരസ്പര വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിജിലൻസ് ബാബുവിനെതിരെ കേസെടുക്കേണ്ടെന്ന നിലപാട് സ്വീകരിക്കുന്നത്. എന്നാൽ താൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് മുഹമ്മദ് റാസിഫ് പറഞ്ഞെങ്കിലും വിജിലൻസ് അത് പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്തു. ബാബുവിനെ രക്ഷപ്പെടുത്താൻ വിജിലൻസ് ശ്രമിച്ചുവെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഈ മൊഴികളും ഈ അന്വേഷണ റിപ്പോർട്ടും. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ബാർകോഴ ആരോപണത്തിൽ കെ ബാബുവിനെതിരെ വിജിലൻസ് നടത്തിയത് നിയമസാധുതയില്ലാത്ത അന്വേഷണം. ദ്രുത പരിശോധനയ്ക്ക് പകരം അവർക്ക് അധികാരമില്ലാത്ത പ്രാഥമിക അന്വേഷണമാണ് നടത്തിയത്. പ്രാഥമിക അന്വേഷണം എന്നത് തങ്ങളുടെ പരിധിയിൽ ഇല്ലാത്തതാണെന്ന് വിജിലൻസ് തന്നെ വ്യക്തമാക്കുന്നതിൻ്റെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. സംസ്ഥാന വിജിലൻസ് ആസ്ഥാനത്ത് നിന്ന് വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖയാണിത്. പ്രിലിമിനറി എൻക്വയറി, അതായത് പ്രാഥമിക അന്വേഷണം എന്നൊരു രീതി വിജിലൻസിൽ ഉണ്ടോ എന്നായിരുന്നു ചോദ്യം. ഇല്ല എന്ന് വ്യക്തമായ മറുപടി. മാത്രമല്ല, തങ്ങൾക്ക് നടത്താൻ കഴിയുന്ന അന്വേഷണങ്ങളെക്കുറിച്ച് വിജിലൻസ് തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. 1. സർപ്രൈസ് ചെക്ക് അഥവാ മിന്നൽ പരിശോധന. 2. കോൺഫിഡൻഷ്യൽ വെരിഫിക്കേഷൻ അഥവാ രഹസ്യ അന്വേഷണം. 3. ക്വിക്ക് വെരിഫിക്കേഷൻ അഥവാ ത്വരിത അന്വേഷണം. 4. വിജിലൻസ് അന്വേഷണം. ഇതിലൊന്നിലുമില്ലാത്ത പ്രിലിമിനറി എൻക്വയറിയാണ് കെ ബാബുവിനെതിരായ കേസിൽ വിജിലൻസ് നടത്തിയത്. അതായത് യാതൊരു നിയമസാധുതയുമില്ലാത്ത അന്വേഷണം കെ ബാബുവിനെതിരെ വിജിലൻസ് നടത്തിയിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ജൂൺ 6 വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട് എന്നാണ്. അതേസമയം തന്നെയാണ് മാണിക്കെതിരെ നടത്തിയ ദ്രുത പരിശോധനയാണെന്ന് വിജിലൻസ് ബാർ കേസിന്റെ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത്. ബാബുവിനെതിരായ കേസ് വിജിലൻസ് അട്ടിമറിച്ചു എന്നതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണിത്. കോഴ ആരോപണം കോടതിയിലെത്തിയാൽ വിജിലൻസ് ഇതിന് മറുപടി നൽകേണ്ടിയും വരും. സേഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം VS സുനിൽകുമാർ, MV ഗോവിന്ദ മാസ്റ്റർ, ബിജു രമേശ്, അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ VS സുനിൽകുമാർ, ബാബുവിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് 6 മാസമെങ്കിലും പിന്നിട്ടിട്ടുണ്ടാകും. ഇതുവരെ ഇക്കാര്യത്തിൽ കോടതിയിൽ പോകാത്ത നിങ്ങൾ ഇപ്പോൾ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം ഉയർത്തി നിർത്താൻ വേണ്ടിയല്ലേ? അല്ല, ഒരിക്കലും അല്ല. ഞങ്ങളിതിൽ വിജിലൻസ് കേസിൽ പോകാത്തതിൻ്റെ കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ ബാർ കോഴ എന്ന് പറയുന്ന കേസിൻ്റെ ഒരു അനുബന്ധമായ കേസാണ് ബാബുവിൻ്റെ കേസ്.
കാരണം ബാർ കോഴ കേസിൽ ആദ്യമായി ഉയർന്നു വന്നിരിക്കുന്ന കേസ് KM മാണിയുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായ പോരാട്ടം നടത്തേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ നിയമ പോരാട്ടത്തിലേക്ക് പോയി. ആ നിയമത്തിന്റെ പോരാട്ടം ഒരു ഘട്ടം വരെ വിജയിച്ചിരിക്കുന്നു. വീണ്ടും ഇതാ അതുമായി അനുബന്ധമായി വന്നിരിക്കുന്ന ബാബുവിനെതിരായി വന്നിരിക്കുന്ന ശ്രീ K ബാബുവിനെതിരായി വന്നിരിക്കുന്ന ആരോപണത്തെ സംബന്ധിച്ച് സർക്കാർ നടത്തിയിരിക്കുന്ന കള്ളക്കളി പൂർണ്ണമായും വെളിപ്പെട്ട സാഹചര്യത്തിൽ നേരത്തെ മാണിക്കെതിരായി തുടർന്നു വന്ന നിയമ പോരാട്ടം ശ്രീ K ബാബുവിനെതിരായി തുടരാൻ വേണ്ടി തന്നെയാണ് തീരുമാനം. അത് പ്രത്യേകമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതല്ല. ഞങ്ങൾ തുടർന്നു വന്നിരിക്കുന്ന ആത്മാർത്ഥമായ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി തന്നെ ഞങ്ങളിത് കാണുകയാണ്. ഒരു കാര്യം നികേഷ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ പോരാട്ടം നടന്നു തുടങ്ങിയപ്പോൾ തന്നെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ചെയ്തത് അത് അന്വേഷണം കോടതിയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ നടത്തുകയും ഇത് കേസില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒതുക്കി തീർക്കുകയും ചെയ്തെങ്കിൽ K ബാബുവിന്റെ കാര്യത്തിൽ നിലവിലില്ലാത്തൊരു നിയമം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രിലിമിനറി എൻക്വയറി എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഇല്ലാതിരിക്കെ അത്തരമൊരു കാര്യം വെച്ചുകൊണ്ട് അന്വേഷണം നടത്തി തള്ളിക്കളയുകയും ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. രണ്ടു കൂട്ടരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം ഗവൺമെന്റ് നടത്തി. പക്ഷേ KM മാണിയുടെ കാര്യത്തിൽ ആ ശ്രമം പരാജയപ്പെടാൻ കാരണം നിയമ പോരാട്ടം ശക്തമായി അവിടെ നടന്നു എന്നുള്ളതാണ്. എന്നാൽ K ബാബുവിന്റെ കാര്യത്തിൽ ആ നിയമ പോരാട്ടത്തിന് കുറവുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ശക്തമായി തന്നെ നിയമപരമായ പോരാട്ടത്തിലൂടെ ഈ കാര്യത്തിലും ശക്തമായ നടപടിയെടുക്കുന്നതിലേക്ക് ഗവൺമെന്റ് നയിക്കും. ഒരു സംശയം വേണ്ട കാര്യം. അങ്ങനെ നേരത്തെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു, ഉദ്യോഗസ്ഥൻ്റെ റിപ്പോർട്ട് അതേപോലെ ഡയറക്ടർ അംഗീകരിക്കുന്നു. അന്ന് ഇവരൊന്നും കോടതിയിൽ പോയിട്ടില്ല. ഇപ്പോൾ KM മാണി താഴെ വീഴുന്നത് കണ്ട് എന്നാൽ പിന്നെ ബാബുവിനെയും അതേപോലെ വീഴ്ത്താം എന്ന് വിചാരിച്ച് ഇപ്പോൾ പോകുന്നതിന് എന്ത് നിയമസാധുതയാണ്? അല്ല, റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമല്ലേ കോടതിയിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴല്ലേ കോടതിയിൽ നിന്ന് ബന്ധപ്പെട്ട രേഖകൾ കയ്യിൽ കിട്ടിയിട്ടുള്ളൂ. കോടതിയിൽ പോകാൻ അങ്ങനെ കാലതാമസമൊന്നും ഉണ്ടായിട്ടില്ല. ന്യായമായൊരു സമയത്തിനുള്ളിൽ പോകാം. കാരണം മാണിക്കെതിരായിട്ടുള്ള എൻക്വയറി നടന്ന എത്രയോ കാലത്തിന് ശേഷമാണ് ബാബുവിനെതിരായിട്ടുള്ള അന്വേഷണം തുടങ്ങിയത്. അപ്പോൾ ബാബുവിനെതിരെ അന്വേഷണം നടത്തി. അതിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ കിട്ടി. റിപ്പോർട്ട് കിട്ടുന്ന അന്ന് മുതൽക്കാണ് കേസിൻ്റെ കാലഹരണം പരിഗണിക്കുക. അപ്പോൾ അതിൽ അങ്ങനെ വളരെ അൺറീസണബിളായിട്ടുള്ള ഒരു ഡിലേ ഒന്നും ഉണ്ടായിട്ടില്ല. ന്യായമായൊരു സമയം ആകുന്നതേ ഉള്ളൂ. ഇനി കോടതിയിൽ പോയാലും പോരായികയൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം രാഷ്ട്രീയമാണ്. മാണി തന്നെ പറഞ്ഞല്ലോ, എനിക്കെതിരെ അന്വേഷിച്ച അത്രയും ഊർജിതമായി ബാബുവിനെതിരെ അന്വേഷണം നടത്തിയില്ല. വളരെ വ്യക്തമല്ലേ, മാണി കേരള കോൺഗ്രസ്സുകാരനാണ്. മാണിയെ പൂട്ടേണ്ടത് ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ്സുകാരുടെ ആവശ്യമായിരുന്നു. നേരെ മറിച്ച് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറ്റില്ല. ബാബു കോൺഗ്രസ്സുകാരനാണ്. ബാബുവിനെതിരെ നടപടി വരുമെന്ന ഘട്ടം വന്നപ്പോഴല്ലേ ഉമ്മൻചാണ്ടി പോലും കാല് മാറ്റി ചവിട്ടിയത്. ഉമ്മൻചാണ്ടി പറഞ്ഞു മാണിക്കെതിരായിട്ടുള്ള നടപടിയോ അനാവശ്യമായിരുന്നു, വിജിലൻസ് വേണ്ടാത്ത പണിക്കാണ് പോകുന്നത് എന്ന രീതിയിൽ പരാമർശങ്ങൾ നടത്തി. അപ്പോഴാണ് വിജിലൻസുകാർ ആയുധം താഴെ വെച്ചു. ഞങ്ങൾ ഇനി അന്വേഷിക്കുന്നില്ല, ക്വിക്ക് വെരിഫിക്കേഷനിൽ തന്നെ ഒന്നും കണ്ടെത്തിയില്ല എന്ന് നമ്മളോടൊക്കെ പറഞ്ഞു. 75 സാക്ഷികളോട് ചോദിച്ചു, എല്ലാവരും കൈമലർത്തി. ഇയാളുടെ ബിജു രമേശിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റിലും മാണിയെക്കുറിച്ച് അല്ലാതെ ബാബുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു നമ്മളെ വിശ്വസിപ്പിച്ചു. ഇതാണ് യഥാർത്ഥത്തിലുണ്ടായത്. മാധ്യമങ്ങളും അതിൻ്റെ പുറകെ പോയില്ല, ആരും പോയില്ല. പോകാഞ്ഞെന്ന് വെച്ചാൽ ക്വിക്ക് വെരിഫിക്കേഷനിൽ പോലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബിജു രമേശ് പോലും വ്യക്തമായ മറുപടി നൽകിയില്ല എന്നൊക്കെയാണ് പുറമേക്ക് പറഞ്ഞത്. അതിൽ ഇതുപോലത്തെ ഒരു ഉടായിപ്പ് നടത്തിയവർ ഇപ്പോഴല്ലേ പുറത്തു വന്നു. ഇവിടെ ശ്രീ MV ഗോവിന്ദ മാസ്റ്റർ, ഇരട്ട നീതി എന്ന ആക്ഷേപം KM മാണി കഴിഞ്ഞ ദിവസം തന്നെ ഉന്നയിച്ചിരുന്നു. എനിക്കെതിരെ ഹിയർസേ മാത്രമാണ് ബിജു രമേശിന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാനുണ്ടായിരുന്നത്. പക്ഷേ ബാബുവിൻ്റെ കേസിൽ നേരിട്ട് ബിജു രമേശ് ബാബുവിന് 2 തവണ പണം കൊടുത്തു, 1 കോടി രൂപ കൊടുത്തു എന്ന ആക്ഷേപമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കുമ്പോഴും KM മാണിയെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിലൊരു ഗ്രഡ്ജ് അദ്ദേഹം വെച്ച് പുലർത്തുന്നു. എന്നോടും ബാബുവിനോടും 2 നീതിയായിരുന്നു. ഇന്ന് PJ കുര്യൻ പോലും KPCC എക്സിക്യൂട്ടീവിൽ അങ്ങനെ ഒരു ആക്ഷേപമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ ആക്ഷേപം നിങ്ങൾക്ക് ഒരേ സമയം കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഒരു കോൺഗ്രസ് മന്ത്രിയെയും ഒരു കേരള കോൺഗ്രസ് മന്ത്രിയെയും ഒന്നിച്ച് വീഴ്ത്താൻ കഴിയുമായിരുന്നു. അതിന് ശ്രമിക്കാത്തത് ദൗർബല്യമായി LDF കാണേണ്ടതല്ലേ? അല്ല, ഇതിൻ്റെ അകത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ദൗർബല്യത്തിൻ്റെയും പ്രശ്നമില്ല. മാണിയുടെ പ്രശ്നം ഏതാണ്ട് കൈകാര്യം ചെയ്ത് കോടതി തന്നെ ഒരു നിഗമനത്തിലെത്തി. ഗത്യന്തരില്ലാതെ വന്നപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു കുഴപ്പമില്ല എന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും രാജിയല്ലാതെ വേറെ വഴിയില്ല എന്ന് വന്നപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. രാജിവെച്ചൊഴിഞ്ഞ UDFൻ്റെ തന്നെ ഭാഗമായിട്ട് നിൽക്കുന്ന മന്ത്രിയായിരുന്ന മാണി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം വിളിച്ചു പറഞ്ഞത്, എൻ്റെ പേരിൽ ഉണ്ടായിരുന്നത് കേട്ടുകേൾവി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്.
എന്നാൽ നേരിട്ട് കൊണ്ടുപോയിട്ട് മന്ത്രിക്ക് തന്നെ പണം കൊടുത്തു എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായിട്ടും കേസ് കാര്യം കൈകാര്യം ചെയ്തു പോകുന്നതിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കോ എന്ന അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു കാര്യം നമ്മളെല്ലാം ധരിച്ചത് ക്വിക്ക് വെരിഫിക്കേഷൻ കഴിഞ്ഞു, യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല, യാതൊരു മൊഴിയുമില്ല. ഇന്നലെ തന്നെ സിദ്ദീഖിൻ്റെ ഞാൻ കേട്ടതാണല്ലോ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള വിശദീകരണം പറഞ്ഞല്ലോ. സിദ്ദീഖ് പറഞ്ഞു 164 സ്ഥിതി അനുസരിച്ച് വകുപ്പനുസരിച്ച് കോടതിയിൽ കൊടുത്തിട്ടുള്ളതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പണം കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബിജു രമേശൻ പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ കൃത്യമായിട്ടുള്ള തെളിവ് രാവിലെ തരാം. ഇന്ന് പല ചാനലിലും കൃത്യമായിട്ട് പണം കൊടുത്തു എന്നുള്ളതിന് കൃത്യതയോടുകൂടിയുള്ള വ്യക്തതയോടുകൂടിയുള്ള കാര്യം രാജ്യം മുഴുവൻ മനസ്സിലാക്കുകയും ചെയ്തു. ഇന്ന് അത് റിപ്പോർട്ടർ TV ഉൾപ്പെടെ അത് ചാനൽ ഉൾപ്പെടെ അത് പുറത്ത് വിടുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും പണം കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വിശദാംശങ്ങൾ എത്രത്തോളം വേണോ ആ വിശദാംശങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് വിജിലൻസിന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ അത് ആ രീതിയിൽ ചർച്ച ചെയ്യാനൊന്നും തയ്യാറില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, അവരതൊന്നും കേൾക്കാൻ തന്നെ തയ്യാറുണ്ടാവുന്നില്ല എന്നുള്ള അവസ്ഥ പിന്നീട് പറഞ്ഞല്ലോ. ബിജു രമേശ് തന്നെ പറയുന്ന നിലയുണ്ടായല്ലോ. ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചെടുത്ത് പരിശോധിച്ച് നോക്ക്. തിരുവനന്തപുരത്താണ് കേസ്. ആ തിരുവനന്തപുരത്തുള്ള കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയതാരെയാ? എറണാകുളത്തുള്ള DYSP ആണ്. ആ എറണാകുളത്തുള്ള DYSP ആരാ? എറണാകുളത്തുള്ള DYSP യഥാർത്ഥത്തിൽ ഒരു നിയമ നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരണം ചോദിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ പ്രശ്നമുള്ള ഉദ്യോഗസ്ഥനാണെന്നർത്ഥം. ആ ഉദ്യോഗസ്ഥനെ കണ്ടുപിടിച്ച് ഈ കേസ് അന്വേഷിക്കാൻ നിശ്ചയിക്കുന്നത് വെറുതെയല്ല. ആ അന്വേഷണം ഉദ്യോഗസ്ഥനും രക്ഷപ്പെട്ടു, അതേപോലെ തന്നെ ബാബുവും രക്ഷപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന കാര്യം നടന്നു. ഇതാണ് യഥാർത്ഥത്തിൽ രമേശിന്റെ ആരോപണത്തെ ശരിവെക്കുന്ന 2 സാക്ഷിമൊഴികൾ ഈ വിജിലൻസ് റിപ്പോർട്ടിന് അനുബന്ധമായി നമുക്ക് കാണാൻ കഴിയുന്നു. നേരത്തെ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്നലെ T സിദ്ദീഖ് പറഞ്ഞതുപോലെയല്ല 164-ൽ കൃത്യമായി ബിജു രമേശ് കെ ബാബുവിൻ്റെ പേര് പറയുന്നുമുണ്ട്. അന്വേഷണം വേണ്ട വിധത്തിലുമല്ല മുന്നോട്ട് പോയത്. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടൊരു ശ്രദ്ധക്കുറവുണ്ടായി എന്നത് സംബന്ധിച്ചൊരു വിശദീകരണം ആവശ്യമല്ലേ? ഇപ്പം നിയമസഭ തുടങ്ങാൻ പോവുകയാണ്, നിങ്ങൾ ബാബുവിനെതിരെയാണ് ഈ പറയുന്ന കൊമ്പുകോർക്കൽ നടത്താൻ പോകുന്നത്. ഇതെല്ലാം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അഴിമതി എന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഒരാത്മാർത്ഥതയുമില്ല. വെറുതെ ഇങ്ങനെ രാഷ്ട്രീയത്തിന് വേണ്ടി ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവരിക മാത്രമാണ്. പക്ഷേ ഞങ്ങൾക്ക് ആത്മാർത്ഥത ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ആർക്കും ആത്മാർത്ഥത ഇല്ല എന്ന് പറയേണ്ടി വരും. നമുക്ക് ആർക്കും ആത്മാർത്ഥമില്ല എന്ന് പറയേണ്ടി വരും. പ്രതിപക്ഷം ഞങ്ങളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കെ ബാബു മാത്രമല്ല നികേഷ്, ഇത് ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകൾക്ക് ഈ കേസിൽ പങ്കുണ്ട്. ഇതിൻ്റെ FIR മുതൽ പറയുന്ന ഒരു കാര്യം എന്താണ്? FIRൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. KM മാണിക്ക് 2 തവണ 3 തവണകളിലായി കൈക്കൂലി കൊടുത്തതുമായി ബന്ധപ്പെട്ട പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്. അതിനകത്ത് പറയുന്ന 2ാമത്തെ പോയിന്റ് എന്തായിരുന്നു? ബാർ ഉടമസ്ഥന്മാരായിട്ടുള്ള ആളുകൾ മന്ത്രിക്ക് കൊടുക്കാനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പണം കൊടുത്തതായിട്ടുള്ള വ്യക്തമായ രേഖകൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? സെക്ഷൻ 13, സെക്ഷൻ 7 തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള കേസെടുക്കണം എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നതായി ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതെല്ലാം തന്നെ അനർത്ത് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള അന്വേഷണം, വളരെ ശക്തമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് എന്ന നിലയിലുള്ള നിഗമനം FIR കാണുന്നു. അതിനുശേഷം ഫാക്ചർ റിപ്പോർട്ടിലും അത് തന്നെ അതിനേക്കാൾ ശക്തമായ നിലയിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും മാണി പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥനും മറികടന്നുകൊണ്ടുണ്ടായ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ അന്വേഷണത്തിന് ശേഷം ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? പുനരന്വേഷണമല്ല, തുടരന്വേഷണമാണ്. ആ തുടരന്വേഷണത്തിന്റെ ത്രെഡ് എന്ന് പറയുന്നത് എന്താ? 2 തവണയായി കൊടുത്തിരിക്കുന്ന 35 ലക്ഷത്തിന് പുറമെ വാങ്ങിയിരിക്കുന്ന 15 കോടിയോളം രൂപയിൽ ബാക്കി തുക എവിടെ പോയി? ആർക്ക് കൊടുത്തു? ബാർ ഉടമസ്ഥന്മാർ അതെന്താണ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ തുടരന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ അന്വേഷണം നീളാൻ പോകുന്നത് കെ ബാബുവിലേക്ക് മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളിലേക്ക് നീളും. അപ്പം നികേഷ് വിചാരിക്കുന്ന പോലെ ഞങ്ങളുടെ അടുത്ത പോയിന്റ് കെ ബാബു മാത്രമാണെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ നേരത്തെ തന്നെ VS അച്യുതാനന്ദനും പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മന്ത്രിസഭയിലെ പ്രമുഖരായിട്ടുള്ള പല ആളുകൾക്കുള്ള ബന്ധത്തെ പറ്റിയാണ്. ആ ബന്ധത്തിലേക്ക്
നീണ്ടുപോകുന്ന ഒരു അന്വേഷണവും ശക്തമായ സമരവുമാണ്. ഒരു വർഷം മുമ്പ് ആരംഭിച്ച സമരമാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ച ഓരോ കാര്യങ്ങളും ഒന്നൊന്നായി ശരിയാണ് എന്ന് തെളിഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ അഴിമതിക്കെതിരായിട്ടുള്ള പ്രവർത്തനത്തിൽ ആത്മാർത്ഥയില്ലായ്മ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ജോസഫ് വാഴക്കൻ MLA ടെലിഫോൺ ലൈനിൽ. ശ്രീ ജോസഫ് വാഴക്കൻ MLA, ഇപ്പോൾ ശ്രീ വി എസ് സുനിൽകുമാർ പറയുന്നത് ശരിയാണ്. ഇല്ലിക്കാടൻ്റെ വിധിയിൽ പറയുന്നത് 2014 എന്ന വർഷത്തിൽ എത്ര കോടി രൂപയാണ് ബാർ ഉടമകൾ പിരിച്ചത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കെ മാണിയുടെ 50 ലക്ഷത്തിൻ്റെ കാര്യത്തിൽ 50 ലക്ഷം നൽകിയോ മാണിക്ക് എന്ന കാര്യത്തിൽ അന്വേഷണം പൂർണ്ണമായും സാധ്യമാകൂ. ആ കാര്യത്തിലാണ് തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ സുനിൽകുമാർ പറയുന്നത് ഈ പറയുന്ന തുക എത്രയാണ് എന്ന് കണ്ടെത്തിയാൽ അതൊന്നും തന്നെയും ബാങ്ക് അക്കൗണ്ടിൽ പോയിട്ടില്ലല്ലോ. ബാർ ഹോട്ടൽ ഉടമകളുടെ ബാങ്ക് അക്കൗണ്ടിൽ പോവാത്തതുകൊണ്ട് അതാർക്കൊക്കെ നൽകി എന്നത് സംബന്ധിച്ച് തുടരന്വേഷണം വരും. അന്നേരം ബാബു മാത്രമല്ല മറ്റു ചിലർ കൂടി ഇവിടെ ഉത്തരം പറയേണ്ടി വരും എന്നാണ് പറയുന്നത്. ശരിയാണോ? തീർച്ചയായിട്ടും അത് പറയേണ്ടി വരുമായിരിക്കും. അതിനകത്ത് ഇടതുപക്ഷം കാണും, ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ കാണും, പിന്നെ സുപ്രീം കോടതിയിലെ വക്കീലന്മാർ കാണും. അങ്ങനെ നിരവധി ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അവർ പിരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും ഒരു പക്ഷേ. കാരണം ഇവരൊക്കെ കാര്യം സാധിക്കാൻ വേണ്ടി കാശ് കൊടുക്കാൻ നടക്കുന്നവരാണല്ലോ. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. CPI ആണെങ്കിൽ സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് 1.25 കോടി വാങ്ങിച്ചവനാ സീറ്റ് കൊടുക്കാൻ. അതുകൊണ്ട് അവർക്കും എന്നിട്ട് ബിൻസൂക്ക് കത്തിച്ച് കളഞ്ഞ ആളുകളാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഒന്ന് അന്വേഷിക്കേണ്ടി വരും. എവിടൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടോ, ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് ഈ രീതിയിൽ ഇങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് ഒരു അഴിമതിയുടെ കാര്യം പറഞ്ഞ് പിന്നെ UDFന്റെ തലയിൽ വെക്കാം എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും വേണ്ട. ബാർ ഉടമകൾ പൈസ പിരിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അവരെവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. എന്താവശ്യത്തിന് വേണ്ടിയാണ് പിരിച്ചിട്ടുള്ളതെന്ന് അന്വേഷിക്കണം. കേസ് നടത്താനാണെന്ന് അവർ പറയുന്നത് അതിനു വേണ്ടിയാണോ, അതോ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാനാണോ, അതല്ല മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണോ? ഇതെല്ലാം കൃത്യമായി അന്വേഷിച്ച് അതിന്റെ രേഖകൾ പുറത്തു വരേണ്ടതാണ്. പിന്നെ ഇവിടെയാണ് 374 കോടി രൂപയുടെ സംസ്ഥാന ഖജനാവിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ട് പോയ ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. എന്നിട്ട് അത് അവരുടെ കാലഘട്ടത്തിലെ വക്കീലായിരുന്ന കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന അദ്ദേഹത്തിന്റെ ജൂനിയർ ആയിട്ടുള്ള ആളുകളെ അടുത്ത് ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. ജോസഫ് വാഴക്കൻ, താങ്കൾ പറഞ്ഞതിന് ഉപോത്ബലകമായി ഞങ്ങളുടെ കയ്യിൽ ഒരു സൗണ്ട് ബൈറ്റ് ഉണ്ട്. ബാർകോഴ വിഷയത്തിൽ കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ആന്റണിയുടെ പൊതുപ്രസംഗമാണ് ഞാൻ ഇനി പ്രേക്ഷകരെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മന്ത്രിസഭയിലെ എല്ലാവരും ബാർ മുതലാളിമാരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്ന് കെ ആന്റണി പറയുന്നു. ഞാൻ ആ സ്റ്റോറി പ്ലേ ചെയ്തതിന് ശേഷം താങ്കളിലേക്ക് ഞാനൊന്ന് പറയട്ടെ. അല്ല, വേറൊരു ടേപ്പും കൂടെ ഉണ്ടായിരുന്നു. അതെന്താ നിങ്ങൾ ഈ ഒരു ടേപ്പ് അല്ലല്ല, ഇത് എന്നെ തെറ്റിദ്ധരിച്ച ബാർ മുതലാളിമാര് രാജ്യം മുഴുവൻ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ടേപ്പും കൂടി ഉണ്ട്. അതെന്താ നികേഷിന്റെ കിട്ടാതെ പോയത്? അല്ലല്ല, എന്റെ കയ്യിൽ എല്ലാ ടേപ്പും ഉണ്ടെന്നുള്ളത് ജോസഫ് വാഴക്കൻ അറിയാമല്ലോ, ശ്രീ ജോസഫ് വാഴക്കൻ. പക്ഷെ ഇത് വളരെ രസകരമായ ഒരു സൗണ്ട് ബൈറ്റ് ആണ്. ഞാൻ അതിലേക്ക് പോയി തരങ്ങളിലേക്ക് മടങ്ങിയെത്താം. ഇന്നലെ വൈകിട്ട് തൊടുപുഴ നഗരത്തിൽ KM മാണിക്ക് അഭിവാദ്യമർപ്പിച്ച് നടത്തിയ പ്രകടനത്തിന് ശേഷമാണ് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ആന്റണി കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത്. മന്ത്രിസഭയിലെ എല്ലാവരും ബാർ മുതലാളിമാരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം തുറന്നടിച്ചു. പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ പണം വിനിയോഗിച്ചിട്ടുള്ളത്. ഈ രാജ്യത്ത് മദ്യ വ്യവസായികളിൽ നിന്ന് പണം വാങ്ങാത്ത ആരെങ്കിലും ഈ മന്ത്രിസഭയിൽ ഉണ്ടോ? ഈ രാജ്യത്ത് മദ്യ വ്യവസായികളിൽ നിന്ന് പണം വാങ്ങാത്ത ആരെങ്കിലും പ്രതിപക്ഷ കക്ഷികളിലുണ്ടോ? രാഷ്ട്രീയക്കാർ മാത്രമാണോ? എല്ലാ ആചാര്യന്മാരും പണം വാങ്ങിയിട്ടുണ്ട്. മാണിക്കെതിരെ അനാവശ്യ പ്രചാരണങ്ങളാണ് നടക്കുന്നത്. ബാർക്കോഴ കേസിൽ സത്യം പുറത്തു വന്നാൽ UDFിലെ പലരുടെയും നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. അതിന്റെ എല്ലാം പുറകിലുള്ള സത്യങ്ങൾ അന്വേഷിച്ചാൽ ഇന്ന് നമ്മോടൊപ്പം നിൽക്കുന്ന പലരും പ്രതികൂട്ടിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായ മാണിയെ പുറത്താക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. മാണി സാർ മുഖ്യമന്ത്രിയാകുന്നതിനുള്ള സാധ്യതയും യോഗ്യതയും എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതും അത് ഇന്നും നിലനിൽക്കുന്നതുമാണെന്ന് കേരള കോൺഗ്രസ്സുകാര് വിശ്വസിക്കുകയാണ്. നേരത്തെ തന്നെ മാണി രാജ്യസന്നദ്ധത അറിയിച്ചിട്ടും പ്രഖ്യാപനം നീട്ടിക്കൊണ്ടുപോയത് മാണിയെ അപമാനിക്കുന്നതിന് വേണ്ടിയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ നീണ്ടുപോയ സമയങ്ങളെല്ലാം ഒരു കാരണവുമില്ലാതെ കേരള കോൺഗ്രസിന്റെ നേതാവിനെ മാണി സാറിനെ അപമാനിക്കുന്നതിനും പീഡിപ്പിക്കുന്നതിനുമാണ് എല്ലാവരും സമയം കണ്ടെത്തിയത് എന്നുള്ള കാര്യം കേരള കോൺഗ്രസ് പ്രവർത്തകർ വേദനയോടുകൂടി സ്മരിക്കുന്നു എന്ന് പറയുക. യദുനാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി. ശ്രീ ജോസഫ് വാഴക്കൻ, ഈ കെ ആന്റണിയെ താങ്കൾക്ക് അറിയാമല്ലോ അല്ലേ? അടുത്ത പരിചയമില്ല, കേട്ടിട്ടുണ്ട്.
ഇടുക്കി ജില്ലക്കാരനാണ്. അല്ല, എനിക്കറിയാം, എനിക്ക് ആളെ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ അടുത്ത ബന്ധമുള്ള ആളൊന്നും അല്ല. മദ്യമുതലാളിമാരിൽ നിന്ന് പണം വാങ്ങാത്ത ആരെങ്കിലും മന്ത്രിസഭയിലുണ്ടോ? പ്രതിപക്ഷത്തുണ്ടോ? ആചാര്യന്മാർ പോലും പണം വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു നിലയാണോ? ശ്രീ ജോസഫ് വാഴക്കൻ, എനിക്ക് താങ്കളുടെ പലപ്പോഴും ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴുള്ള ഒരു നിലപാട് പരിശോധിക്കുമ്പോൾ എപ്പോഴും തോന്നിയിട്ടുള്ളത് ശ്രീ ജോസഫ് വാഴക്കൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടുകാരനാണ്. ശരിയാണ്, മാണി സാറ് പണം വാങ്ങിയിട്ടുണ്ട്, പക്ഷേ അതിനെ കോഴ എന്ന് വ്യാഖ്യാനിക്കാനാകുമോ എന്ന കാര്യത്തിലാണ് ജോസഫ് വാഴക്കന് സംശയമുള്ളതായി എനിക്ക് സംശയം. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ്. തീർച്ചയായിട്ടും കോഴ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്തു കിട്ടുന്നതിന് വേണ്ടി പണം ചോദിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പണം വാങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു ആള്, ഏതെങ്കിലും ബിസിനസ് നടത്തുന്നവർ, അവരുടെ സംഘടനകൾ ഒക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭാവനകൾ ചിലപ്പോൾ കൊടുക്കാറുണ്ടാകാം. പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ അതിനുള്ള റെസീപ്റ്റ് കൊടുക്കണം, അതിനുള്ള കണക്കുകൾ പെടുത്തണം, അത് അക്കൗണ്ടിൽ ഉണ്ടാകണം. ഇതാണ് സാധാരണ നടക്കേണ്ട ഒരു കാര്യം. പക്ഷെ അതിന് വിരുദ്ധമായി ആരെങ്കിലും അക്കൗണ്ടിൽ പെടുത്താതിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കള്ളപ്പണമാകുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ ഈ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ്. ആ സിസ്റ്റത്തിലൊക്കെ ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രീ വി എസ് സുനിൽകുമാർ, ജോസഫ് വാഴക്കനെ സംബന്ധിച്ചിടത്തോളം തുറന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മാണി സാറ് പണം വാങ്ങിയിട്ടുണ്ട്. കെ ആന്റണി പറയുന്നത് പോലെ തന്നെ മന്ത്രിസഭയിൽ പലരും വാങ്ങിയിട്ടുണ്ട്, മാണി സാറും വാങ്ങിയിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി എടുത്തുകൊണ്ട് പോയപ്പം ഇപ്പം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. പക്ഷേ അത് ഈ ബാർ ഉടമകൾ സാധാരണ രീതിയിൽ കൊണ്ടുകൊടുക്കുന്ന പെട്ടികൾ മാത്രമാണ്. അന്ന് അതൊരു കോഴയായി മാണി സാറിന് തോന്നിയിട്ടില്ല. അല്ല, ഇവിടെ സംഭാവന കൊടുക്കുന്നതും അതുപോലെ തന്നെ ഈ കോഴ കൊടുക്കുന്നതും രണ്ടാണ്. രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന വാങ്ങുന്നതും കോഴ വാങ്ങുന്നതുമായി വ്യത്യസ്തമായിട്ടുള്ള രീതികൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത് ജോസഫ് വാഴക്കൻ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ അതിനേക്കാൾ എനിക്ക് വ്യത്യസ്തമായിട്ട് പറയാനുള്ള മാണി സാറിൻ്റെ കാര്യത്തിൽ പറയാനുള്ള കാര്യം, അങ്ങനെ ഈ കോഴ കൊടുത്ത ആളുകൾ, കാശ് കൊടുത്ത ആളുകൾ ഞങ്ങൾ സംഭാവനയാണ് കൊടുത്തതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാറുണ്ട്, അതേസമയത്ത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൈക്കൂലി കൊടുക്കാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കാര്യം നടത്തി കിട്ടുന്നത്, ഇപ്പോൾ ബാർ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണല്ലോ ഈ പണം പിരിച്ചിരിക്കുന്നത്. സംഭാവന കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നോ? ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ ഭാഗമായിട്ടാണോ കാശ് പിരിച്ചിരിക്കുന്നത്? ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, രാഷ്ട്രീയ പാർട്ടി കാശ് കൊടുക്കുന്നു, ആ നിലയിലാണോ? എന്നാൽ നേരെ മറിച്ച് എന്താ, ഇവിടെ അവരുടെ ബാറുകൾ അടയ്ക്കുന്നത് തുറക്കാൻ വേണ്ടി, അവരെ സ്വാധീനിക്കാൻ വേണ്ടി അവർ പണം സംഭരിച്ചു കൊടുത്തിരിക്കുകയാണ്. അതൊരിക്കലും ഒരു സംഭാവന പിരിച്ചു എന്ന് ലഘൂകരിച്ച് കാണാൻ കഴിയുന്ന കാര്യമല്ല. അത് വ്യക്തമായ താല്പര്യത്തോടു കൂടി ബാർ അടയ്ക്കാതിരിക്കാൻ വേണ്ടി മന്ത്രിസഭയിലെ ഓരോ കൂടി വ്യക്തമായി പറഞ്ഞാൽ ശ്രീ ജോസഫ് വാഴക്കൻ ഇല്ലിക്കാടിന്റെ വിധിയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഡിമാൻഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ താങ്കളുടെ വിഷയം. ഡിമാൻഡ് ഉണ്ടായിരുന്നു. 26-ാം തീയതി ക്യാബിനറ്റിൽ വരേണ്ട വിഷയം, 26-ാം തീയതി ക്യാബിനറ്റിൽ തീർപ്പാക്കേണ്ട വിഷയം മാണി സാർ ചവിട്ടിപ്പിടിച്ച് 2-ാം തീയതിയിലേക്ക് നീട്ടി. 31-ാം തീയതി ബാർ അടയ്ക്കുന്നു. അത് 2-ാം തീയതി വരെ നീളുമ്പോൾ നഷ്ടപ്പെടുന്ന തുക എത്രയാണെന്ന്, അന്ന് ആ 3 ദിവസത്തെ തുക എത്രയാണെന്ന് അറിയാവുന്ന ബാർ ഉടമകൾ മാണി സാറിന് പെട്ടിയുമായി ചെല്ലുന്നു. ഇതാണ് വിഷയം. അപ്പോൾ ഇക്കാര്യത്തിൽ ഡിമാൻഡ് ഉണ്ടായിരുന്നു, സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അങ്ങനെയാണ് ഈ പണം മാണി സാറിന്റെ കയ്യിലെത്തിയത്. അല്ല, ഈ കാലഘട്ടത്തിലല്ല മാണി സാറിന് കൊടുത്തു എന്ന് ഇവർ തന്നെ ആരോപിക്കുന്നത്. 30-ാം തീയതിയും 31-ാം തീയതിയും ഈ ഒരു വിഷയം തന്നെ ഇല്ലിക്കാടിന്റെ വിധിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. 30-ാം തീയതിയാണോ 31-ാം തീയതിയാണോ കൊടുത്തത് എന്നറിയുന്നതിന് വേണ്ടി കൂടിയാണ് തുടരന്വേഷണം. 30-ാം തീയതിയാണെന്ന് ബിനോയ് പറയും. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോഴും എനിക്ക് അറിയാവുന്ന ഒരു കാര്യമല്ല. ഞാൻ എൻ്റെ ഒരു ധാരണയിൽ നിന്ന് പറയുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്, അന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്ന സമയമാണ്, അന്ന് പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പല സംഘടനകളും പലരും പിന്നെ സംഭാവനകൾ കൊടുക്കാറുണ്ട്. ആ സംഭാവനകളൊക്കെ അക്കൗണ്ടുകൾ ഉണ്ടാകാം, അക്കൗണ്ടിൽ പെടുത്താത്തത് ഉണ്ടാകാം. ഇതൊക്കെ ആയിരിക്കാം സാധാരണ നടക്കാറുള്ള കാര്യങ്ങളാണ്. പക്ഷേ അക്കൗണ്ടിൽ പെടുത്തി തന്നെ പിന്നെ പൈസകൾ കൊടുക്കുകയും അതിന് റെസീറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ശീലങ്ങളുള്ളവരുമുണ്ട്. ഇതിപ്പോ എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത് എനിക്കറിയില്ല. ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കളോ അല്ലെങ്കിൽ കെ ആന്റണിയോ പറയുന്നത് പോലെ അല്ല ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് ഇല്ലിക്കാടന്റെ വിധി. ഇല്ലിക്കാടന്റെ വിധി അങ്ങനെ ആയിരിക്കവേ ഇതിനെ കോഴ എന്ന ആക്ഷേപത്തിന്റെ പരിധിയിലാണ് ഇതിനെ പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്,
ഇപ്പോൾ കെ എം മാണി പറയുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടല്ലോ. ശ്രീ കെ എം മാണി പറയുന്നത് എന്താണ്? എനിക്ക് പണം നൽകി എന്നുള്ളത് ബിജു രമേശിനെ സംബന്ധിച്ചിടത്തോളം ഹിയർസേ ആണ്, കേട്ടുകേഴ്വിയാണ്. പക്ഷേ ബാബുവിന് ബിജു രമേശ് നേരിട്ട് കൊണ്ടു കൊടുക്കുകയാണ് 2 തവണയായി 1 കോടി രൂപ. എനിക്കെതിരെ കേസെടുത്തു, കുറ്റപത്രത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ബാബുവിനെതിരെ കേസ് പോലുമില്ല. ഇരട്ട നീതിയാണിത് എന്ന് കേരള കോൺഗ്രസ് പറയുന്നത് KPCC എക്സിക്യൂട്ടീവിലും മലയടിച്ചല്ലോ. ഇന്ന് PJ കുര്യൻ അടക്കമുള്ളവർ അവിടെ പറഞ്ഞല്ലോ. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി കൊടുക്കണ്ടേ കെ എം മാണിക്ക്? ഇല്ലെങ്കിൽ നാളെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോടതി പരാമർശം വന്നാൽ, കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കോടതി പരാമർശം വന്നാൽ ആദ്യം രാജി ആവശ്യപ്പെടുക കേരള കോൺഗ്രസ് എം ആയിരിക്കും. ഇല്ല പോട്ടെ. ഇനിയിപ്പോ മാണി സാർ എന്തായാലും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചല്ലോ. പറഞ്ഞുകൊണ്ട് നിങ്ങള് പറയാത്ത കാര്യങ്ങൾ ഇല്ല PJ കുര്യൻ ഞാൻ വിട്ടു. അതിൽ പിടിക്കല്ലേ. മാണി സാറ് പറഞ്ഞോ? മാണി സാർ തന്നെ തിരിച്ചു പറഞ്ഞല്ലോ. ഇതൊക്കെ ഇങ്ങനെ ആളുകൾ പറയുകയാണ്. ഇപ്പം ബിജു രമേശിന്റെ വിശ്വാസം. മാണി സാർ എന്ത് തിരുത്തി പറഞ്ഞു? മാണി സാർ പറയുന്ന സൗണ്ട് ബൈറ്റ് കേൾക്കണോ താങ്കൾക്ക്? അല്ല, ഞാൻ കേട്ടല്ലോ. പിന്നെ ഇപ്പൊ വീണ്ടും ഒന്നുകൂടെ കേൾക്കണ്ട. അപ്പൊ ഞാൻ പറയാം, അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഹിയർസേ ആയിട്ടാണ് എന്റെ കാര്യത്തിൽ പറഞ്ഞുള്ളത്, മറ്റേ നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ കേട്ട കാര്യമാണ്. അത് ഇംഗ്ലീഷ് ചാനലുകളോട് പറഞ്ഞ കാര്യമാണ്. അതൊക്കെ ഞാൻ കൃത്യമായി കേട്ട കാര്യമാണ്. പക്ഷെ ഞാനൊരു കാര്യം ഞാൻ പറയാം. ഇതിനകത്ത് ഈ ശ്രീ ബിജു രമേശിനെ സംബന്ധിച്ചിടത്തോളം ബിജു രമേശ് ഇപ്പോൾ CPM-ന്റെ കയ്യിലെ പാവയായി, ഇടതുപക്ഷങ്ങളുടെ കയ്യിൽ ഒരു വിഷയത്തിനും മറുപടി പറയാതെ CPM-ന്റെ കയ്യിലെ പാവയാണെന്ന് പറഞ്ഞ് അതിനെ അടച്ചു കളയല്ലേ? ആണ്, സമ്മതിച്ചു. ബിജു രമേശ് CPM-ന്റെ കയ്യിലെ പാവ തന്നെയാണ്, ഒരു സംശയവുമില്ല, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഈ ചോദ്യത്തിന് മറുപടി പറയും. ആ ചോദ്യത്തിന് മറുപടിയാണ് പറയുന്നത്. അതുകൊണ്ട് അയാള് ഓരോ ദിവസവും ഓരോ ആരോപണം പറഞ്ഞുകൊണ്ടിരിക്കുക. ഉന്നയിക്കട്ടെ. ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ എന്താണ് നമ്മൾ ചെയ്യുക? അതിന് ചുട്ട മറുപടി കൊടുക്കുകയാണ് ചെയ്യുക. ആ ചുട്ട മറുപടി എവിടെ? കെ എം മാണി പറയുന്നു, എന്റെ കാര്യത്തിൽ ബിജു രമേശിനെ സംബന്ധിച്ചിടത്തോളം ഹിയർസേ മാത്രമാണ്, ബാബുവിന്റെ കാര്യത്തിൽ അതല്ല, ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു. ഇതാ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. 2 ബാർ ഉടമകൾ ബിജു രമേശിന്റെ ആക്ഷേപത്തിന് ആധാരമായ തെളിവുകളായി മൊഴി നൽകിയിരിക്കുന്നു. മാത്രമല്ല ആ പിരിച്ച അതിന് ചുട്ട മറുപടിയല്ലേ? മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കല്ലേ? ആ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ പുറകെ നടക്കുകയല്ലേ? ഇവിടെ അതിന്റെ ചുട്ട മറുപടി അല്ലാതെ കേസ് കൊടുത്ത് വലിയ തമാശയാണ്. വഴക്കൻ അറിയുമെന്ന് എനിക്കറിയില്ല. ശ്രീ കെ ബാബു 10 കോടി രൂപ ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. പക്ഷേ നമ്മളെല്ലാവരും വിചാരിച്ച 10 കോടിക്ക് കേസ് കൊടുത്തു. പക്ഷേ അല്ല, 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ്. 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ബിജു രമേശിന് എന്താ പറയാ, പീനട്സ് ആണ്. അതിന് വേണ്ടിയിട്ട് അയാൾ കാല് പിടിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നു എന്റെ വഴക്ക. 10 കോടി രൂപ അല്ല, ഞാൻ എന്താ അങ്ങ് വക്കീലല്ലേ? 10 കോടി രൂപയ്ക്ക് കൊടുത്താൽ എത്ര രൂപ അദ്ദേഹം കെട്ടിവെക്കണം? അതാ പറഞ്ഞത്, ഈ 25 ലക്ഷം രൂപ കൊടുക്കാനുള്ള പേടി കൊണ്ട്. ശ്രീ കെ ബാബുവിനെ സംബന്ധിച്ച് 10 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരം ചോദിക്കണമെങ്കിൽ അദ്ദേഹം ഇത്ര രൂപ കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. അത്രയും വലിയ രൂപ കെട്ടിവെക്കാൻ അദ്ദേഹത്തിന് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മാനം രക്ഷപ്പെടണം. കാരണം വിഷയത്തിൽ നിന്ന് മാറുകയാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. 2015 മാർച്ച് 30 തിരുവനന്തപുരം 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ബിജു രമേശ് നൽകിയ 164 മൊഴിയിൽ ബാബുവിന് ഞാൻ നേരിട്ട് പണം കൊടുത്തു എന്ന് ബിജു രമേശ് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. 1. 2, ഇതിന് ആധാരമായ തെളിവുകൾ 2 ബാർ ഉടമകൾ നൽകുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ബാബുവിനെതിരെ കേസില്ല എന്നാണ് മാണി സാർ ചോദിക്കുന്നത്. ഇരട്ട നീതി അക്കാര്യത്തിലുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷിച്ച് കാണും. വിജിലൻസ് അന്വേഷിച്ചിട്ട് അവർക്ക് ഒട്ടും ബോധ്യമായി കാണില്ല. ഇത് കള്ളമാണെന്ന് ഒരുപക്ഷെ അവർക്ക് തോന്നിയിട്ടുണ്ടാകും. അതിനവർക്ക് എവിഡൻസ് ഉണ്ടായി കാണില്ല. അതുകൊണ്ടാണ് അവരത് കേസെടുക്കാത്തത്. അല്ലെങ്കിൽ അതിന്റെ പേരിൽ മുന്നോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചത്. ഇതിൽ 3 കാര്യങ്ങൾ ബാക്കി തീരുമാനിക്കേണ്ടതല്ലേ? അദ്ദേഹം ഇവിടെ ശ്രീ കെ ബാബു അദ്ദേഹം മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കല്ലേ? ആ കേസ് കൊടുക്കുന്ന പിന്നെന്തിനാ ഒത്തുതീർപ്പിന് നടക്കുന്നത്? ശ്രീ MP ഗോവിന്ദ മാസ്റ്റർ, ഇക്കാര്യത്തിൽ ശ്രീ ജോസഫ് വാഴക്കന് പറയാവുന്നത് വിജിലൻസിന് അത് നുണയാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ളതാണ്. ആയിരിക്കുമല്ലോ, അങ്ങനെയാണല്ലോ കേസ് എടുക്കാതിരുന്നിട്ടുണ്ടാവുക. നിങ്ങളാണെങ്കിൽ പ്രതിഷേധിച്ചുമില്ല ആ ഘട്ടത്തിൽ. ഇവിടെ ഞാൻ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചു, യഥാർത്ഥത്തിൽ ഈ കേസ് ഗൗരവപൂർണമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തിയിട്ടില്ല.
ക്വിക്ക് വെരിഫിക്കേഷൻ എന്ന തലത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല. പ്രാഥമികമായ അന്വേഷണം മാത്രം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞ ജോഷി ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ മൊഴി പരിശോധിക്കുകയോ ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയോ ചെയ്തില്ല. അവസാനം DYSP, ഞാൻ നേരത്തെ പറഞ്ഞ DYSP ആണ്. അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള DYSP എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയുമായിട്ട് ബന്ധപ്പെട്ട് നടപടിക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അത് ഗവൺമെൻറ് തന്നെ ബോധപൂർവം, പ്രത്യേകിച്ച് മാണിയുടെ ഏറ്റവും പ്രധാനമായിട്ട് ബാബുവിൻ്റെ തന്നെ നാട്ടിലെ DYSP ആണ് ചുമതലപ്പെടുത്തിയത്. ആ ചുമതലപ്പെടുത്തിയ DYSP കാര്യമായിട്ട് ഒരു കാര്യവും അതിൻ്റെ ഭാഗമായിട്ട് നിർവഹിച്ചിട്ടില്ല. അവസാനം വിൻസെൻ്റ് പോൾ എന്ന് പറയുന്ന നല്ല ഉദ്യോഗസ്ഥനായിട്ടാണ് ഞങ്ങൾക്കൊക്കെ അനുഭവം. കണ്ണൂരിൽ ഞാൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അവിടെ SP ആയിട്ട് ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ നന്നായിട്ട് അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് യാതൊരു തരത്തിലുള്ള കുഴപ്പമോ കറപ്ഷനോ ഒന്നും ഇല്ലാതൊരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലാണ്. പക്ഷേ ഏറ്റവും അവസാനം വരുമ്പോൾ ഒരു അത്ഭുതകരമായ സ്ഥിതിയാണ്. ഇങ്ങനെ എഴുതി കൊടുത്ത DYSPയുടെ റിപ്പോർട്ടിൻ്റെ മേലെ എന്തുകൊണ്ട് ഈ ജോഷി ഉൾപ്പെടെ പറഞ്ഞ കാര്യം പോലും നിങ്ങൾ ഗൗരവപൂർവ്വം ആലോചിച്ചില്ല, എന്തുകൊണ്ട് കൃത്യമായിട്ട് നിലപാടിൻ്റെ ഭാഗമായിട്ട് വന്നില്ല എന്നൊരു ചോദ്യം പോലും ചോദിക്കാതെ ആ കാര്യം അങ്ങനെ തന്നെ അംഗീകരിച്ച് റിപ്പോർട്ടാക്കി ക്വിക്ക് വെരിഫിക്കേഷൻ ഞങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നു. ആ ക്വിക്ക് വെരിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തെളിവും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നും നിർവഹിക്കേണ്ട കാര്യമില്ല, FIR ഇടേണ്ട കാര്യമില്ല, കേസെടുക്കേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മനസ്സിലാവുന്നത്. ജനങ്ങളെ പറ്റിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. പ്രാഥമികമായ പരിശോധന എന്ന് പറഞ്ഞിട്ട് അത് ഈ വിജിലൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തരത്തിലും അത് അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നിയമ വിദഗ്ധനായിട്ടുള്ള അഡ്വക്കേറ്റ് ഉൾപ്പെടെ അവിടെയുണ്ട്, അവർക്കതിനെപ്പറ്റി നന്നായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയില്ലാത്ത ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇവിടെ പുകമറ സൃഷ്ടിച്ച് ഒരു തരത്തിലുള്ള അഴിമതിയിലും പറ്റ ആളല്ല എന്ന് വരുത്തി തീർക്കാനാണ്. ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒന്നും പറയാനില്ല. മാണി തന്നെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം സംബന്ധിച്ച് മറുപടി പറയാൻ അവർക്കാവുന്നില്ല. കാരണം അവർ UDFന്റെ ഭാഗമായിട്ടാണ്. ആ UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാനും ആവില്ല. ന്യായീകരിക്കാനാവാത്ത സന്ദർഭത്തിൽ മാണി പറഞ്ഞതിനെ ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു അന്തരാള ഘട്ടത്തിലാണ് കോൺഗ്രസ് നേതൃത്വം യഥാർത്ഥത്തിൽ ചെന്നുപെട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വിമർശനം വന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും വിമർശനം വന്നില്ല എന്നാണ് ജോസഫ് വാഴക്കൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. കേരളത്തിലെ ഇന്ത്യയിലെ മനുഷ്യർമാർ മുഴുവൻ മനസ്സിലാക്കിയിട്ടുണ്ട് ബാബുവെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ അന്വേഷണമാണ് നടത്തിയത്. അതിന്റെ ഗുണം DYSPക്കും കിട്ടിയിട്ടുണ്ട്, മാണിക്കും അന്വേഷണം എത്തിയാൽ അത് ബാബുവിൽ മാത്രമായി ഒടുങ്ങില്ല എന്ന ഭയം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഞാൻ മാണി സാർ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ 100% അതിനെ അംഗീകരിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാല് ശ്രീ സുകേശൻ എന്ന് പറയുന്ന ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കേരള കോൺഗ്രസ് പല തവണ പരാതി പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം വളരെ ഏകപക്ഷീയമായി വളരെ മുൻവിധിയോടുകൂടിയാണ് ഈ അന്വേഷണം നടക്കുന്നത് എന്ന് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ശ്രീ ജോസഫ് പുതുശ്ശേരി അതുപോലെ തന്നെ സാക്ഷികളായി വിസ്തരിച്ച എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ സുകേശന് മാത്രമല്ലല്ലോ താല്പര്യം. നമ്മളിപ്പോ നോക്കുമ്പോൾ സുകേശന് താല്പര്യം, ഇല്ലിക്കാടിന് താല്പര്യം, കമൽ പാഷയ്ക്ക് താല്പര്യം. കമൽ പാഷയൊക്കെ സുകേശന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഇല്ലിക്കാടനും അങ്ങനെയല്ലേ സംസാരിക്കുന്നത്. അതെങ്ങനെയാണ്? ആ അന്വേഷണ റിപ്പോർട്ട് ശരിയല്ല എങ്കിൽ ഇല്ലിക്കാടന് അത് തിരിച്ചു കൊടുത്ത് വീണ്ടും അന്വേഷിച്ചിട്ട് വരാൻ പറയാമായിരുന്നു. ഇനി ഇല്ലിക്കാടിന്റെ വിധി തെറ്റാണെങ്കിൽ ഈ വിധി തെറ്റാണെന്ന് കമൽ പാഷയ്ക്ക് പറയാമായിരുന്നു. അതൊന്നും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് അവർ പോയില്ലല്ലോ. അവർ ഈ അവസരത്തിൽ പറഞ്ഞ എന്താ തുടർ അന്വേഷണം നടക്കട്ടെ എന്നാ പറഞ്ഞത്. പക്ഷെ സുകേശന്റെ അന്വേഷണത്തെ സംബന്ധിച്ച് നിരവധി പരാതികൾ സാക്ഷികളും അതുപോലെ തന്നെ അതിന് കൺസേൺഡ് കക്ഷികളും എല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ അതുകൊണ്ട് മാണി സാർ പറയുന്നത് കറക്റ്റാണ്. ഇതിനെക്കുറിച്ച് ഒരു FIR ഇടേണ്ടതായിട്ടുള്ള ആവശ്യമില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് സുകേശൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ തെറ്റായ രീതിയിൽ എന്തോ താല്പര്യങ്ങളുടെ പേരിൽ ചെയ്തു എന്ന് മാണി സാർ സംശയിച്ചാൽ ഞാൻ അതിന് കുറ്റം പറയില്ല. ഞാൻ ആദ്യ കാലഘട്ടം മുതലേ ആ ഒരു നിലപാടാണ്. കാരണം ഈ കേസിനെ സംബന്ധിച്ച് ഇതിന്റെ നാൾ വഴികൾ കൃത്യമായി പരിശോധിക്കുകയും കൃത്യമായി എനിക്ക് എന്റേതായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തി ബോധ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ബോധ്യം എന്താണ്? മാണി സാറിന് പണം കിട്ടിയിട്ടുണ്ട്. ആ പണം പക്ഷേ കോഴയായിട്ടല്ല മാണി സാറ് വരവ് വച്ചിരിക്കുന്നത്, അത് സംഭാവനയായിട്ടാണ് വരവ് വച്ചിരിക്കുന്നത്.
പക്ഷേ ഇവിടെ മാണി സാർ അങ്ങനെയാണെങ്കിൽ ശ്രീ ജോസഫ് വാഴക്കൻ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന പ്രശ്നമുണ്ട്. എൻ്റെ ചോരക്കായി ദാഹിക്കുന്നുണ്ട് ചിലർ, അത് എനിക്കറിയാം ആരാണ് എന്ന്. പൊളിറ്റിക്കൽ കോൺസ്പിരസി എന്ന ഇംഗ്ലീഷ് വാക്കാണ് മാണി സാർ ഉന്നയിച്ചത്. അത് മാർക്സിസ്റ്റുകാരുടെ കൂടാലോചനയെ കുറിച്ച്. അത് തിരുവനന്തപുരം നഗരത്തിലെ ഒരു MLA CPM MLA വീട്ടിൽ നടത്തിയതാണ്. എന്ത് ജോസഫ് വാഴക്കൻ ഒരു ചർച്ചയിൽ ഇങ്ങനെ തമാശ പറയല്ലേ? അതെന്താ പിന്നെ തമാശയായിട്ട് പറയുന്നത്? അവിടെ ഈ തിരുവനന്തപുരം നഗരത്തിലെ പൊളിറ്റിക്കൽ കോൺസ്പിരസി എന്ന് പറയുകയും അതൊരു LDF കാരനാണെങ്കിൽ LDF കാരനാണെന്നും ആ പേര് പറയാനും മാണി സാറിന് കഴിയുമല്ലോ. അപ്പോൾ ഈ പറയുന്നതിലൊന്നും ജോസഫ് വാഴക്കന് ഒരു ആത്മാർത്ഥതയില്ല. വെറുതെ ചർച്ചയ്ക്ക് എങ്ങനെയാണോ പോകുന്നത് ആ ഗതിയിൽ അങ്ങ് തുഴയുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നികേഷനൊരു അജണ്ടയുണ്ട്. ആ അജണ്ടക്കനുസരിച്ച് എനിക്ക് വർത്തമാനം പറയാൻ പറ്റും. അല്ല, അജണ്ടക്കനുസരിച്ച് താങ്കൾ വർത്തമാനം പറയണ്ട. പക്ഷേ എനിക്ക് ചോദ്യങ്ങൾ ഉന്നയിച്ചല്ലേ പറ്റൂ. ഇപ്പം താങ്കൾ പറയുന്നത് LDFന്റെ ഒരു MLA ഗൂഢാലോചനയാണിത് എന്ന് പറയാമല്ലോ. വി ശിവൻകുട്ടിയുടെ വീട്ടിൽ കേരളത്തിലെ ബാറിന്റെ ഈ പ്രത്യേകിച്ച് ശ്രീ ബിജു രമേശ് ഉൾപ്പെടുന്ന അത് ബാബു പറഞ്ഞതാണ്. ബാബു അതിന്റെ ടേപ്പ് ഇവിടെ ഗോകുലം പാർക്ക് നടന്ന ബാർ ഉടമകളുടെ യോഗത്തിന്റെ ടേപ്പ് ബാബുവിന്റെ കയ്യിൽ വരുന്നു. ബാബു അത് പുറത്തുവിടുന്നു. ബാബു അതിന്റെ ടേപ്പല്ല, താങ്കൾ പറഞ്ഞ പോലെ MLA വീട്ടിൽ നടന്ന സംഭാഷണത്തിന്റെ ടേപ്പ് അല്ല പുറത്തുവിട്ടിരിക്കുന്നത്. ബാറുടമകളുടെ യോഗത്തിന്റെ ടേപ്പ് ഒരു വിഭാഗം ബാറുടമകൾ കെ ബാബുവിന് കൊടുക്കുകയും ബാബു അത് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിടുകയും ചെയ്തു. ഒരു ആക്ഷേപമായി ഉന്നയിച്ചത് തിരുവനന്തപുരത്തെ MLA വീട്ടിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് പറയുന്നത്. കെ എം മാണി പറയുന്നത് ആ ആക്ഷേപമൊന്നുമല്ല. കെ എം മാണി പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കോൺസ്പിരസി എൻ്റെ ചോരയ്ക്ക് ദാഹിക്കുന്നവർ നടത്തിയിട്ടുണ്ട്, അതാരാണ് എന്ന് എനിക്കറിയാം. ബാർ കോഴ കേസ് ഏതൊക്കെ ദിശയിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ എന്ന് കെ എം മാണി പറയുമ്പോൾ അതൊരു പ്രമുഖ UDF നേതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ ജോസഫ് വാഴക്കൻ ഈ കേസ് ഒറ്റ വാചകം കൂടി, ഈ കേസിൽ ഒരു കാര്യവും ഇല്ല എന്നാണ് ശ്രീ ജോസഫ് വാഴക്കൻ മനസ്സിലാക്കുന്നത് എങ്കിൽ അത് ശരിയാണ് എന്ന് തന്നെയാണ് കെ എം മാണിയുടെ വാദം. പക്ഷെ ആ പൊളിറ്റിക്കൽ കോൺസ്പിരസി നടത്തിയത് ആര്? ആ പൊളിറ്റിക്കൽ കോൺസ്പിരസിയുടെ ഭാഗമായിട്ടല്ലേ അദ്ദേഹത്തെ ഫിസിക്കലായിട്ട് തന്നെ ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയത്. എന്തോ ഒരു വലിയ ഗുണ്ടായുസമായിരുന്നു അവിടെ. ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ മാണി സാറിനെ അവസാനിപ്പിക്കുമായിരുന്നു. ശ്രീ സുനിൽകുമാർ, താങ്കളൊരു MLA ആണല്ലോ, മറുപടി. അത് ജോസഫ് വാഴക്കൻ തന്നെ നന്നായിട്ട് അറിയാം. അതൊന്നും ആയിരുന്നില്ല ലക്ഷ്യം. അയാൾ കെ എം മാണിയെ ഫിസിക്കലായിട്ട് അവസാനിപ്പിക്കാനായിരുന്നില്ല സമരം എന്നുള്ള കാര്യം ശ്രീ ജോസഫ് വാഴക്കൻ തന്നെ. പക്ഷേ എനിക്ക് ജോസഫ് വാഴക്കനോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ ലോ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധിയാണ്. സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി അനുസരിച്ച് ലളിതകുമാരി കേസിന്റെ പശ്ചാത്തലത്തിൽ വളരെ വ്യക്തമായി കറപ്ഷൻ കേസുകളോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായ പീഡനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ആധാരമാക്കിയാണ് ആ കേസിന്റെ അടിസ്ഥാനത്തിൽ കെ എം മാണിക്കെതിരെ FIR ഇടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയ ഒരാളാണ് ഞാൻ. ആ കേസിന്റെ അടിസ്ഥാനത്തിലാണ് മാണിക്കെതിരായി FIR ഇടേണ്ടി വന്നത് എന്ന് നിയമസഭാ സമ്മേളനത്തിൽ ജോസഫ് വാഴക്കൻ അടക്കം പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. എന്നിട്ട് അത് ഒരു കാര്യം കൂടെ പറഞ്ഞു, 2014 വന്നിരിക്കുന്ന ഈ വിധി വളരെ ഗൗരവമായി എല്ലാവരും കാണേണ്ട കാര്യമാണ്. കാരണം ആർക്കെങ്കിലും എതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിക്കകത്ത് കൊഗ്നൈസബിൾ ഒഫൻസ് അന്തർലീനമാണെങ്കിൽ കേസ് FIR ഇട്ടതിന് ശേഷം മാത്രമേ അന്വേഷണം നടത്തുകയുള്ളൂ. ആ നടത്തിയത് കോടതിയാണ് പിന്നെ തീരുമാനിക്കേണ്ടത്. ആ നിലയിലേക്കുള്ള വ്യക്തമായൊരു വിധി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കെ എം മാണി സാറിനെതിരെ ഞങ്ങൾക്ക് കേസെടുക്കാതിരിക്കാൻ കഴിയില്ല എന്ന ഒരു വ്യാഖ്യാനം, ഒരു വ്യക്തമായ നിലപാട് നിങ്ങൾ സ്വീകരിച്ചു. അങ്ങനെയാണെങ്കിൽ ലളിതകുമാരി കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. ആ കേസ് നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു പ്രിലിമിനറി എൻക്വയറി എന്ന എൻക്വയറി തട്ടിക്കൂട്ടി ഒരു ഉഡായിപ്പ് അന്വേഷണം നടത്തി? നിങ്ങൾ എന്തുകൊണ്ടാണ് ലളിതകുമാരി കേസ് മറന്നുപോയത്? എന്തുകൊണ്ടാണ് അത് മറന്നു പോവുകയും കെ ബാബുവിനെതിരെ നിങ്ങൾ നടപടി എടുക്കാതിരിക്കും ചെയ്തതുകൊണ്ടാണ്? അതിന് മറുപടി രമേശ് ചെന്നിത്തല ഡെമോക്രസിന്റെ നിയമസഭയെ കൊണ്ടുവന്നത്. അതിന് മറുപടി ഞാൻ പറയാം. ഈ ലളിതകുമാരി കേസ് അനുസരിച്ച് തന്നെയാണ് മാണി സാറിന്റെ പേരിൽ FIR ഇട്ടത്. കാരണം അന്ന് ഇതിന് മറുപടി പറയേണ്ടിയിരുന്ന ബാർ ഉടമകളുണ്ട്. ആ ബാർ ഉടമകൾ അന്ന് ബാർഗെയിൻ ചെയ്യായിരുന്നു. അവർക്ക് ബാർ തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്നിട്ട് ഞങ്ങൾ വന്ന് മറുപടി പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ബിജു രമേശ് ഉന്നയിച്ചിട്ടുള്ള ബാർ ഉടമകൾ അന്ന് 42 ദിവസത്തിനകം വന്ന് മറുപടി പറയാതെ വന്നതുകൊണ്ട് അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ വന്ന് മൊഴി കൊടുക്കാതിരുന്നത് കൊണ്ടുമാണ് FIR ഇടേണ്ടി വന്നത്. അതേസമയം ശ്രീ കെ ബാബുവിന്റെ കാര്യത്തിൽ സംഭവിച്ചത്
ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ആളുകൾ വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട അതിനുള്ള സാക്ഷികളൊക്കെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള നിലയിൽ കൃത്യമായ രണ്ട് ബാർ ഉടമകളുടെ മൊഴിയുണ്ട് ശ്രീ ജോസഫ് വാഴക്കൻ. രണ്ട് ബാർ ഉടമകളുടെ മൊഴിയുണ്ട്. എന്തായാലും വിജിലൻസിന്റെ മുമ്പിൽ അങ്ങനെ ഒഴിവ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത് കൃത്യമായി വെരിഫൈ ചെയ്തത്. വിജിലൻസിന്റെ മുമ്പാകെ വന്ന ഈ വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിൽ ഈ പറയുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ചേർത്തിരിക്കുന്നു ഈ രണ്ട് ബാർ ഉടമകളുടെ മൊഴിയും. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞു അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ടായിരുന്ന SP ആയിരുന്നു നേരത്തെ ശ്രീ വിൻസെന്റ് പോൾ. ഇന്നും അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയെ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. ശ്രീ സുനിൽ പറയൂ, എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ. വിൻസെന്റ് പോളിന്റെ ഇന്റഗ്രിറ്റിയൊക്കെ കോടതിയിൽ വ്യക്തമാക്കപ്പെട്ടതല്ലേ? ഇദ്ദേഹം പറയുന്നത് ശരിയല്ല. കാരണം FIR-നകത്ത് 42 ദിവസത്തിനകത്ത് ബാർ ഉടമസ്ഥന്മാർ മൊഴി കൊടുക്കാതിരുന്നുകൊണ്ടാണ് FIR ഇടേണ്ടി വന്നതെന്നല്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റൽ എവിഡൻസ്, ഓറൽ എവിഡൻസ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, ഈ 3 എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ ബാർ ഉടമസ്ഥന്മാർ മാണിക്ക് കാശ് കൊടുക്കാനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പണം കൊടുത്തായി രേഖകളുണ്ട്. ആ പണം കൊടുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പിന്നെ ബാർ ഹോട്ടൽ അസോസിയേഷന്റെ മിനിറ്റ്സ് അത് അടിവരയിടുന്നു. ഡയറക്റ്റായി ഇത് കണ്ടു എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷി ഈ കോഴ കൊടുത്തായി ഞങ്ങൾക്ക് വ്യക്തമായി അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് FIR ഇടുന്നത് എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ലളിതകുമാരി കേസാണ് ഇതിന്റെ പിന്നെ അടിസ്ഥാനമെന്ന് പറയുമ്പോഴും FIR-നകത്ത് വളരെ വ്യക്തമായ കാര്യകാരണ സഹിതം എന്നിട്ട് പറയുന്നു ഇതിനകത്ത് 14 കോടിയിലധികം രൂപയുടെ കളക്ഷൻ നടന്നതായിട്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അത് എവിടെ പോയി എന്ന് അന്വേഷിക്കേണ്ട ഗുരുതരമായ സ്ഥിതിവിശേഷമുള്ളത് എന്നുള്ളതുകൊണ്ട് ഇത് തുടരന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് FIR-നകത്ത് സുകേശന്റെ റിപ്പോർട്ട്. അത് അല്ലാതെ നേരത്തെ പിന്നെ വാഴക്കം പറയുന്ന പോലെ വെറുതെ പിന്നെ ലളിതകുമാരി കേസായതുകൊണ്ടും 42 ദിവസമായിട്ടും ആരും മൊഴി കൊടുക്കാത്തതുകൊണ്ടും FIR ഇടാൻ യാതൊരു മാർഗമില്ലാതെ ചെയ്യപ്പെടുന്നില്ല. അതാ ഇവരെങ്ങനെ നിരന്ന് നിന്നിട്ട് ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുകയാണ് വർദ്ധിത വീര്യത്തോടു കൂടി. കാരണം തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്കാണല്ലോ കടക്കുന്നത്. ഇത് പൊളിറ്റിക്കലായി ഡിഫെൻഡ് ചെയ്യപ്പെടുന്നത്. ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം വാഴക്കൻ ഉന്നയിച്ച വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റാണ്. അതായത് KM മാണിക്ക് പണം കൊടുത്തു. KM മാണിക്ക് കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞില്ല, രാഷ്ട്രീയക്കാർക്ക് പണം കൊടുക്കുന്നു, അത് സംഭാവനയായിട്ട് കൊടുക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു തർക്കം KM മാണിക്കില്ല. KM മാണി പണം വാങ്ങിയതായിട്ടോ പണം വാങ്ങിയതിന് റെസീറ്റ് കൊടുത്തതായിട്ടോ ഇത് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സ്വീകരിച്ചാണെന്നോ KM മാണിക്കില്ലാത്ത കേസാണ്. വാഴക്കൻ പണം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വാഴക്കൻ്റെ കൂടെയുള്ള ആളുകൾ പണം വാങ്ങുമ്പോൾ സ്വന്തം നിലക്കാണ് വാഴക്കൻ അല്ല വാഴക്കൻ പറഞ്ഞ വാഴക്കൻ്റെ അഭിപ്രായമാണ്. വാഴക്കനെ പോലെയുള്ളവർ അല്ലെങ്കിൽ വാഴക്കൻ്റെ കൂടെയുള്ള ആളുകൾ പണം വാങ്ങുമ്പോൾ റെസീറ്റ് കൊടുക്കും, അത് സംഭാവനയാണ്. മാണിക്ക് അങ്ങനെ ഒരു കേസില്ല. അദ്ദേഹം കോഴ വാങ്ങിയോ അദ്ദേഹത്തിന് ബാറുകാരെ അറിയാനേ പാടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ വാഴക്കൻ്റെ വാദം പൊളിഞ്ഞു. ഞാൻ പറഞ്ഞ പ്രശ്നമില്ല. വാഴക്കന് ഉന്നയിക്കാവുന്ന മനോഹരമായൊരു വാദമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഉന്നയിക്കാൻ പറ്റില്ല. ചെറിയൊരു തടസ്സമുണ്ട്. എന്താ വെച്ചാൽ ബിജു രമേശ് എന്തുകൊണ്ടാണ് K ബാബുവിന് പണം കൊടുത്തു അല്ലെങ്കിൽ KM മാണിക്ക് പണം കൊടുത്തു എന്ന് ആരോപണം ഉന്നയിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള ബാറുകൾ പൂട്ടിപ്പോയതുകൊണ്ടാണ്. അതിൽ നിന്നുള്ള സാമ്പത്തിക നഷ്ടം കൊണ്ടാണ്, മനപ്രയാസം കൊണ്ടാണ്, ബുദ്ധിമുട്ട് ആരെങ്കിലും ഉന്നയിച്ചു പോകും. അതുപോലെ KM മാണി എന്തുകൊണ്ട് ഇപ്പോൾ ആരോട് ഉന്നയിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ മനോവിഭ്രാന്തി കൊണ്ടാണ്. പക്ഷേ വാഴക്കനത് പറയുന്നില്ല. വാഴക്കന് ഉന്നയിക്കാവുന്ന ഏറ്റവും നല്ല വാദം അതാണ്. ഇന്നലെ വരെ ഒരാക്ഷേപവും ഇല്ലാത്ത KM മാണി ഇന്നലെ വൈകുന്നേരം മുതൽക്ക് മിനിഞ്ഞാന്ന് വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നു, കമാൽ പാഷയുടെ വിധി വന്നു, മാണി രാജിവെക്കേണ്ടി വന്നു. രാജിവെച്ചപ്പോൾ മാണി പറയുന്നു ഇവിടെ ഇരട്ട നീതിയാണ്, ബാബുവിന് കിട്ടിയ നീതി എനിക്ക് കിട്ടുന്നില്ല, ഞാൻ രണ്ടാം കുടിയിൽപ്പെട്ട സന്തതിയാണെന്ന പോലെയാണ് ഇപ്പോൾ UDF-കാർ പെരുമാറുന്നത്, എന്നെ കൂടി രാജിവെപ്പിച്ചു, ഇത് ഇരട്ട നീതിയാണ്, പൊളിറ്റിക്കൽ കോൺസ്പിറസി ആണെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു. ഇതാണ് വാഴക്കൻ മുന്നോട്ട് വെക്കേണ്ട യഥാർത്ഥമായ വാദം. പക്ഷേ വാഴക്കൻ അത് പറയുന്നില്ല, വാഴക്കന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശിവാഴക്കൻ താങ്കളുടെ മറുപടി? അല്ല, ഇതിനൊന്നും ഞാൻ മറുപടി ഇല്ല. മാണിസാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറയുന്നത് മാണിസാറിന്റെ പേരിൽ ഈ അന്വേഷണം ഏകപക്ഷീയമായിരുന്നു എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഈ സുകേശൻ തന്നെ വീണ്ടും അന്വേഷിച്ചാലും ഇതേ വഴിയിൽ കൂടെ പോകാനായിരിക്കും സാധ്യതയും. കാരണം അദ്ദേഹത്തിന്റെ നിഷ്പക്ഷ നിലപാടിനെ കുറിച്ച് സംശയമുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് മാണിസാർ അങ്ങനൊരു പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളത്. അത് ശ്രീ ബാബുവിന്റെ കാര്യത്തിൽ കൃത്യമായി അന്വേഷിച്ചിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ബിജു രമേശ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ കളിക്കുകയാണ്. ഈ കാര്യത്തിൽ മാത്രമല്ല, നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള ഓഫർ എന്താണെന്ന് ചോദിച്ചാൽ അവർ അധികാരത്തിൽ വന്നാൽ പിറ്റേ ദിവസം കേരളത്തിലെ മുഴുവൻ ബാറുകളും തുറന്നു കിട്ടും, അദ്ദേഹത്തിന്റെ അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള കെട്ടിടം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും റെഗുലറൈസ് ചെയ്യാം.
കോടിക്കണക്കിന് രൂപ ലാഭം കിട്ടും എന്നുള്ളത് നിലയിൽ നടക്കുന്ന ഒരു കച്ചവടമാണിത്. ആ കച്ചവടത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്ന ഈ മാർഗങ്ങൾ നിർഭാഗ്യവശാൽ മാധ്യമങ്ങൾ അത് രാഷ്ട്രീയ അവരുടെ താല്പര്യത്തിനും റേറ്റ് കൂട്ടുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള പരാതി. അതാണ് സത്യം. തുടർന്നു ശ്രീ എം വി ഗോവിന്ദ മാസ്റ്റർ, നേരത്തെ ശ്രീ ജോസഫ് വാഴക്കൻ്റെ ആക്ഷേപം താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ബിജു രമേശ് നിങ്ങളുടെ കയ്യിലെ പാവയാണ് എന്നു മാത്രമല്ല, അടുത്ത ഗവൺമെൻറ് LDFൻ്റേതാണ് എങ്കിൽ ബാറുകളെല്ലാം തുറന്നു കൊടുക്കാം, അദ്ദേഹത്തിൻ്റെ നിയമവിരുദ്ധ കെട്ടിടങ്ങൾ പൊളിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം എന്ന ഓഫർ ബിജു രമേശിനുണ്ട്. അല്ല, ഞങ്ങൾക്കെതിരെ വളരെ വ്യക്തതയോടുകൂടി ഒരു കാര്യം പറയാനുള്ളത്, ഈ ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് തടി രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ആ മാർഗം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കലാണ്. അപ്പോൾ ബിജു രമേശൻ തന്നെ മാർക്സിസ്റ്റാണ് എന്ന് അവതരിപ്പിച്ചാൽ തൽക്കാലത്തേക്ക് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത്. ആ വഴിയെല്ലാം പഴയ കാലത്തൊരു വഴിയാണ്. ഇന്ന് ചിന്തിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് എങ്ങനെയാണ് ഇപ്പം പറയാൻ സാധിക്കുക? അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിച്ചിട്ടുള്ളതല്ല. ഈ പറയുന്ന വസ്തുതകളൊന്നും വസ്തുതാപരമായിട്ടുള്ളതല്ല. താനും വളരെ വ്യക്തതയോടുകൂടി ഞങ്ങൾക്ക് പറയാനാവും, മാർക്സിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിച്ച് അതിൻ്റെ പുകമറയിൽ രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന ആലോചനയിൽ നിന്നാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ബിജു രമേശനെ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബിജു രമേശൻ ഇന്ന് തന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ ആത്മാഹൂതി ചെയ്യാൻ തയ്യാറാണെന്നും, കൃത്യമായിട്ട് ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ കേരളം വിടാം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹൂതി ചെയ്യാം എന്നുൾപ്പെടെ പറയുന്ന നില നുണപരിശോധന മാത്രമല്ല എന്നുൾപ്പെടെ പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തം, ഇപ്പോൾ സഖാബ് VS പറഞ്ഞതുപോലെ മടയിൽ ഉള്ളതാണ് ഇപ്പോൾ പിടിച്ചതിനേക്കാളും വലുത്. ഇപ്പോൾ 11 കോടി കഴിച്ച് ബാക്കി 14 കോടി റുപ്യ പിരിച്ച ബാർ ഉടമകൾ പിരിച്ച 14 കോടി റുപ്യ ആർക്കൊക്കെയാണ് കൊടുത്തത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് നേരത്തെ നികേഷ് ചോദിച്ചതുപോലെ എന്താണ് നിങ്ങൾ താമസിച്ച് വരുന്നത്, വിവരത്തിനനുസരിച്ചല്ലേ ഇടപെടാനാവുക. ആർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ഏത് മന്ത്രിമാരൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുകയാണ്. അപ്പോൾ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസിന്റെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അത് ഒഴിവാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സുപ്രീം കോടതി ദർബെ ഗുജെ എന്നുള്ള നിലയിലാണ് വിധി എഴുതുന്നത് എങ്കിൽ ഈ ബാറുടമകളെല്ലാം വികാര വിക്ഷോഭിതരായിട്ട് ഈ ഗവൺമെന്റിനെതിരെ തിരിയും. ഗവൺമെന്റ് ആണെങ്കിൽ സുപ്രീം കോടതിയിൽ ഈ ബാറുകൾക്ക് എതിരായ നിലപാടെടുക്കുകയും വേണ്ടി വരും. സുപ്രീം കോടതിയിൽ നിന്ന് ബാർ ഉടമകൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല, അത് ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം ഇത് നയപരമായിട്ടുള്ള തീരുമാനമാണ്. അതിൽ സുപ്രീം കോടതിക്ക് ഇടപെടാനുള്ള സ്കോപ്പ് വളരെ പരിമിതമാണ്. അതാണ് ഹൈക്കോടതി ഇടപെടാഞ്ഞത്. ഈ ബാർ മദ്യനയത്ത് അസംബന്ധമാണ് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും കോടതിക്ക് ഇടപെടാൻ പറ്റുകയില്ല. ഇത് സർക്കാർ നയമാണ്. സർക്കാർ തീരുമാനിച്ച നയത്തിനെതിരായിട്ട് കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. പിന്നെ അല്ലെങ്കിൽ നയം ഈ ബാർ ഉടമകളുടെ ഏതെങ്കിലും മൗലിക അവകാശത്തിൽ ലംഘിക്കുന്ന എന്തെങ്കിലും ആണെന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്ന ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് ഐക്യകണ്ഠേന പാസ്സാക്കിയ ഭരണഘടനാ ഭേദഗതി വളരെ പുല്ലുപോലെ വലിച്ചു തോട്ടിക്കളഞ്ഞ ജഡ്ജിമാർ അവിടെ ഉണ്ടല്ലോ. മാത്രവുമല്ല സംശയാതീതമായ പശ്ചാത്തലമുള്ള മഹാന്മാരും അവിടെ ഉണ്ട്. ഇവിടുത്തെ പോലെയല്ല, അവിടെ കുറച്ചും കൂടി ലിബറൽ നയം പിന്തുടരുന്ന സ്ഥലമാണ്. എല്ലാവരും അല്ല, കുറച്ച് പേര്. ഏതായാലും പക്ഷേ എന്നാലും ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണ്. മദ്യനയത്തിൽ ഇടപെട്ട് സുപ്രീം കോടതി നാറും. ഇവർ ബാറുകാരുടെ കേസ് തള്ളിപ്പോകാനാണ് മുക്കാലും ഉണ്ടാണിയും സാധ്യത. അങ്ങനെയാണെങ്കിൽ പിന്നെ ബാറുകാർ വേറെ വഴി അന്വേഷിക്കേണ്ട, മിക്കവാറും ചുരക്കത്തൊണ്ടുമായിട്ട് തെണ്ടാൻ. അതെങ്ങനെയാണ് ഈ കേസിനെ ബാധിക്കുക? അത് ഈ കേസിനെ ബാധിക്കുന്ന അവർ ഇതുവരെ മൂടി വെച്ച പല രഹസ്യങ്ങളും പറയാൻ അവർ നിർബന്ധിതരാവും. ബാറുകാരെ ഈ രാത്രിയിൽ വിഷമിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ രാത്രി അവർക്ക് അല്ലെങ്കിൽ തന്നെ ഉറക്കം കുറവായിരിക്കും. കേസ് ഗുണമായി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ബാർ തുറക്കാമെന്ന് വിശ്വസിച്ച് പ്രതീക്ഷിച്ച് മേലോട്ട് നോക്കിയിരിക്കുകയാണ് ബാറുകാർ. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കഷ്ടമാണ് വരാൻ പോകുന്നത്. സുപ്രീം കോടതിയിൽ നിന്നൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. വിധി എതിരാണെങ്കിൽ ഞങ്ങളുടെ 15 കോടി എന്ന് ബിനോയ് അടക്കമുള്ളവർ ചോദിക്കും. അല്ല, ബിനോയ് മാത്രമല്ല വേറെ പല ആളുകളും ചോദിക്കേണ്ടി വരും. അവരിപ്പോൾ ഇങ്ങനെ ഇലവുകാത്ത കിളി പോലെ ഇരിക്കുകയാണ്. ഇലവുകാത്ത കിളി എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ഇലവെന്ന് വെച്ചാൽ ഈ പഞ്ഞിമരം ഉണ്ടല്ലോ. അപ്പോൾ കിളിയുടെ വിചാരം ഇത് ഇലവിൻ്റെ കായ പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് പഴുത്ത് കഴിഞ്ഞാൽ പഴമായിരിക്കുന്നത്, പൊട്ടിക്കഴിഞ്ഞാൽ പഞ്ഞിയും അതിൻ്റെ കുരുവാണ് വരിക. അതിനാണ് ഇലവുകാത്ത കിളി എന്നൊരു പ്രയോഗമുണ്ട്. കറക്റ്റ് അതാണ്. ബാറുകാരുടെ വേറെ ഈ പഞ്ഞിമരത്തിൻ്റെ ഈ കായ പഴുത്ത് അത് പഴം തിന്നാമെന്നാണ്. സത്യത്തിലുണ്ടാകുമ്പോൾ പഞ്ഞിയും കുരുവാണ്.
അപ്പം പഞ്ഞി കാണുമ്പോൾ അവർ ദേഷ്യം വരും. പഞ്ഞി കാണുമ്പോൾ അവർ എന്ത് ചെയ്യുന്നുള്ളതാണ്. വി സുനിൽകുമാർ, എം വി ഗോവിന്ദ മാസ്റ്റർ, ബിജു രമേശ്, അഡ്വക്കേറ്റ് ജയശങ്കർ, ഒപ്പം തന്നെ ജോസഫ് വാഴക്കൻ. വളരെ നന്ദി. ഇറ്റേഴ്സ് അവർ അവസാനിക്കുന്നു. നമസ്കാരം.